നിന്റെയൊക്കെ പള്ളിയോർക്കും കഴിഞ്ഞില്ലേ? വാടക തരാൻ മാത്രമല്ല ബുദ്ധിമുട്ട്. തുറന്നോ? ഇല്ലാതെ ഞാൻ ചവിട്ടി പൊളിച്ചറിയാം. വാടക എടുക്കണ ഒരു 10 മണിയാകുമ്പം. ഏത് 10 മണി? ഇന്ന് രാവിലെ 10 മണി. 10 മണിക്ക് എടാ, ഇങ്ങനെ പല 10 മണിയും കഴിഞ്ഞു. ഉറപ്പായിട്ടും. ആരടാ കറിയത്? നിന്റെ അമ്മയുടെ നായര്. എന്നാ നിന്റെ ഉറക്കത്തിന് വല്ല കുഴപ്പം പറ്റിയോ? ഒരു കാര്യം പറഞ്ഞേക്കാം, രാവിലെ 10 മണിക്ക് പൈസ കൊണ്ടാ അവിടെ എത്തിച്ചേക്കാം. മനുഷ്യനെ ഈ സാമാനം ഉണ്ടാക്കിയിട്ടിട്ട് ഓരോന്ന് പണിത് കവച്ചയുടെ കാര്യം ചോദിക്കുമ്പോ എല്ലാവരും ബുദ്ധിമുട്ട്. ഞാൻ എങ്ങും പോയില്ല. ഇല്ല. ഓഹോ, മോളത്തെ പിള്ളേര് ചീത്ത പറയാൻ പോയതായിരിക്കും അല്ലേ? എനിക്കെന്നാ പൈസത്തെ അവരെ ഉണ്ടാവുള്ളൂ. സ്വന്തം മോൻ പോലും നാട്ടിലില്ല, അത് മറക്കരുത്. എനിക്ക് ഒരുത്തന്റെ സഹായം ആവശ്യമില്ലടി. സ്വന്തം മോന്റെ പോലും ആവശ്യമില്ല. എനിക്ക് ആവശ്യത്തിനുള്ള കാശ് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാശും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഞാനിത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ. ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ പൈസയുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു ചായ കൊണ്ട് വന്നിരിക്കുന്നു. ഇത്ര നേരം നീ എവിടെയായിരുന്നു? രണ്ടും കൂടി രാവിലെ തന്നെ തുടങ്ങിയോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ യുകെക്ക് പോകും. അച്ഛന്റെ മോള് പോണോന്ന് അച്ഛൻ പറഞ്ഞോ? അയ്യോ, സുന്ദരിയല്ലേ. അതെ, എന്നെ കൂടുതൽ ഭാരിച്ച കാര്യങ്ങളൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? നീ ഭക്ഷണം എടുത്തേ, ഞാനിപ്പോ വരാം. ഫണ്ടിന്റെ കാര്യം എങ്ങനെയാ? എടാ, നിന്റെ ഒടുക്കത്തെ വലിയ നിർത്തിയിട്ട് കാര്യം പറ. ജതിൻ രാംദാസ് വരുമെന്ന് പറഞ്ഞു. വന്നു. ഫണ്ടും വരും. ഞാൻ കൊല്ലും. ചേട്ടായിയ, ഗുഡ് മോർണിംഗ് ചേട്ടായി. അത് പിന്നെ പറയണ്ടല്ലോ, രാവിലെ തന്നെ അച്ചായൻ വന്നില്ലേ? അത് കുഴപ്പമില്ല, ശരത്ത് രാവിലെ പൈസ റെഡിയാക്കും. ചേട്ടാ, നിങ്ങൾ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾ സെറ്റായിക്കോളാം. ചേട്ടാ, ഫണ്ട് ഓക്കെയാണ്, പേടിക്കണ്ട. ഓക്കെ ഏട്ടാ, സെറ്റ്. നീ ഇതങ്ങോട്ട് രാവിലെ സഞ്ചിയും കൊണ്ട്? മേളത്തെ പിള്ളേര് കടയിൽ പോകുന്നുണ്ട്, കുറച്ച് സാധനം അങ്ങനെ ഏൽപ്പിക്കണം. അതാടി, അവന്മാര് പോയാലേ സാധനം കിട്ടത്തുള്ളൂ. നീ സഞ്ചിയും കൊണ്ടുവാ, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. മതി, ലിസ്റ്റും പൈസ ഉണ്ട്, പോയി വാങ്ങിച്ചോണ്ട് വാ. ഈ പൈസ കൂടെ അമ്മാരടിച്ചു മാറ്റണം. അച്ഛൻ ഓർത്തല്ലോ കേട്ടോ. മോള് ആ ഫോൺ കൊണ്ട് അമ്മയുടെ കൊടുത്തേ. എല്ലാ കാര്യങ്ങളും താനെന്നാ ഇപ്പം കാണിച്ചേ? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. താനൊന്നും കാണിച്ചില്ല, പിന്നെ താനിവിടെ തുപ്പി വെച്ചോ? ഞാൻ ഇവിടെയല്ലേ തുപ്പിയത്, എന്റെ മുഖത്തൊന്നും അല്ല തുപ്പിയത്. എന്റെ മുഖത്ത് തുപ്പാനും അല്ലേ ഉണ്ടല്ലോ. ഇത് കംഫർട്ട് സ്റ്റേഷൻ ഒന്നും അല്ല, ഇതെന്റെ വീടിന്റെ ഗേറ്റ്. സ്വഭാവം പഴയ ഇതുവരൊന്നും മാറിയിട്ടില്ലല്ലോ. നമ്മുടെ പഴയ വള്ളിയാണ്, വീടിന്റെ വാതിക്കൽ തന്നെ നിൽക്കുക. യാതൊരു പണിയില്ലാതെ ചുമ്മാ. ഷടാ, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, പറഞ്ഞ എല്ലാം കുറ്റ. വിശേഷം? എന്നാ വിശേഷം? ഷീല വീട്ടിലുണ്ട്. എന്താ വേണ്ടത്? ലിസ്റ്റ് സണ്ണിച്ച തേങ്ങ ഇല്ല, തേങ്ങ മഞ്ഞപ്പൊടി ഇല്ല, തക്കാളി ഇല്ല. തക്കാളി ഇല്ല, പിന്നെ പുട്ടുപൊടി ഉണ്ടോ? പുട്ടുപൊടിയും തീർന്നിരിക്കും. പുട്ടുപൊടി ഇല്ല. പുട്ടുപൊടിയെങ്കിലും ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടോ ഞാൻ തന്നെ ഇങ്ങോട്ട് മേടിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ വരുമ്പോ ഒരു സാധനവും ഇല്ല. ഓക്കെ, പിന്നെ എന്നാ എന്ത് കച്ചവടം നടത്താൻ വേണ്ടിട്ടാ നിങ്ങൾ നിൽക്കുന്നത്? എപ്പോ വന്നാലും ഇല്ല. ഇങ്ങനെ അന്നേരം ആ ലിസ്റ്റിങ് അന്നേരം ശരി.
ചേടാ ഇവരെങ്ങനെ ചീത്ത പറയുന്നത്? നിങ്ങൾ ചീത്ത പറയുന്നത് ഞാൻ എപ്പോ വന്നാലും ഇവിടെ സാധനം ഇല്ല. സാധനം ഒന്ന് അപ്പുറത്തെ കടയിൽ പോയി ആ ഞാൻ വാങ്ങിച്ചോളാം, എന്റെ ഇഷ്ടത്തിൽ ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ. എല്ലാ സാധനം ഉണ്ടെങ്കിൽ മതി. പുട്ടുപൊടി എപ്പോ വന്നാലും പുട്ടുപൊടി ഇല്ല. പിന്നെ എന്തിനാ ഇവിടെ കച്ചവടം നടത്തുന്നത്? ഇവിടെ ഉള്ളതല്ലേ തരാൻ പറ്റത്തുള്ളൂ. ആ അച്ചാച്ചൻ ഞങ്ങള് പോയിട്ട് വരാം. ആ ആ അതെ, കഴിച്ചിട്ട് കറികളൊക്കെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കണേ. ആ. പിന്നെ മോളത്തെ പിള്ളേരെ അടുത്തൊന്നും വഴക്കിനൊന്നും പോകരുതേ. ഓ, ഇല്ല എന്റെ പൊന്നെ, നീ ഒന്ന് പോ. ആ, അവിടെ ശരി. കല്യാണം കഴിഞ്ഞു കാണുമല്ലോ. ആ ശരി ശരി. ആ വാ മോളെ. അമ്മച്ചി ലേറ്റ് ആയി. കുഴപ്പമില്ല. എടാ എത്ര നേരം നീ അവനൊന്നുകൂടി വിളിച്ചു നോക്കി. എന്തായടാ ഇട്ടോ? ഓക്കെ, നിങ്ങൾ കൊടുത്തിട്ട് വിളിക്കാവേ. നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ ഇരിപ്പുണ്ടോ? അതൊക്കെ നമ്മൾ കാശ് വരുന്ന നോക്കിയിരിക്കാം. ഞങ്ങൾ ഇനി കാശ് വന്നില്ല പരാതി പറയില്ലേ കേട്ടോ. ഇതെന്നാ പറ്റിയ ചേ വേർക്കുന്നേ? ഇതെന്നാ ചേ? എടാ വണ്ടി എടുക്കടാ. ഇതെന്നാ പറ്റിയ ചേ? കുഴപ്പമില്ല. പിടിക്കാ. എന്താ ചെയ്യാ? ആ ചേട്ടാ, അതെല്ലാം ഓക്കെ, ഞാനത് കൃത്യമായിട്ട് തന്നോളാം. ആ ഞാനിവിടെ ഹോസ്പിറ്റലിലാണല്ലോ, ചേട്ടൻ താഴെ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ആ ഓക്കെ, സെറ്റ്. താങ്ക് ഗോഡ്. ഡോക്ടർ ആൻജിയോഗ്രാം കഴിഞ്ഞു. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒന്നുകൊണ്ട് പേടിക്കല്ല, എല്ലാം ഇപ്പോൾ ഓക്കെ കേട്ടോ. പേടിക്കണ്ട. പിന്നെ ബില്ല് അടയ്ക്കാൻ മറക്കരുത്. അത് ഞങ്ങൾ സ്വന്തം റിസ്കിലാണ് കേട്ടോ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അയാൾ റെസ്റ്റ് എടുക്കട്ടെ. നാളെ റൂമിൽ കൊണ്ടുവരും, അപ്പൊ കാണാം. ആ ചേട്ടാ, ആ ഇപ്പൊ വരാം. നീ ആന്റിയും മോളെയും കൊണ്ടുപോയി സേഫായിട്ട്. നിങ്ങൾ സമാനായിട്ടിരിക്കും. അജിത്തെ പാർട്ടി വെച്ച് പൈസ തരണം. ഞാൻ നീ വിവരം അറിയും, നിനക്ക് അറിയാലോ തന്നെ. തന്നേക്കാം. എങ്ങനെയുണ്ട്? വ്യത്യാസമുണ്ടോ? സുഖമുണ്ടോ? ശ്വാസം നന്നായിട്ട് വലിച്ചോട്ടെ. ഒന്നൂടെ ഒന്നൂടെ ഒന്നൂടെ. എന്തെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ? മക്കളെ സമയത്ത് എത്തിച്ചുകൊണ്ട് ഭാഗ്യം. പൈസ നീട്ടി തന്നു. അതായത് മക്കളല്ല, നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാ. ഞാനാണ് മോൻ. എൻ്റെ പേര് സോണി. ഞാൻ UK അല്ല, ഞാനിപ്പോൾ ഇന്ന് എത്തിയതാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വാടകക്കാരൊക്കെ ഉണ്ട്. ഭാഗ്യം. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, ഞാൻ ഡിസ്ചാർജ് ചെയ്തേക്കാം കേട്ടോ. വീട്ടിൽ പോയി നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. മെഡിസിൻ എല്ലാം നന്നായി കറക്റ്റ് സമയത്ത് കഴിക്കുകയും വേണം കേട്ടോ. ശരി. അപ്പച്ചാ, ഡോക്ടർ പറഞ്ഞ കേട്ടോ, വീട്ടിൽ ചെന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കാം. എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. എടാ ശരത്തെ, നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ആ അച്ചായനൊരു നന്ദി ഇല്ലല്ലോടാ. നന്ദി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇയാളൊരു മനുഷ്യനാണോ. അത് ശരിയാ. നീ ആന്റിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ കാര്യം മഹാകഷ്ടം തന്നെയാണ്. ഈ കാട്ടാളുടെ കൂടെയാണല്ലോ ജീവിക്കുന്ന ഓർക്കുമ്പോൾ. എടാ, അന്ന് അച്ചായൻ്റെ കയ്യിൽ നിന്ന് വീണ കാശെടുക്കാൻ ഞാനും ഹരിയും വന്നായിരുന്നു. ഫാർമസിയിൽ ബില്ലടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ആ കാശ് നിന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മുഖത്തെറിഞ്ഞു കൊടുത്തത്.
ബെസ്റ്റ്. എന്നാ അയാൾ അത് നക്കിയെടുത്തേനെ. ആ ആടാ ആ വരുവാ. അപ്പൊ കേക്ക് കട്ട് ചെയ്യാം. എടാ, എന്താ നീ എന്ത് ചെയ്യാൻ പോ? കേക്ക് കെട്ടിയുണ്ട്. ഈ കേക്ക് കെട്ടിയാനുള്ള അർഹത നിനക്കല്ല, ഇവർക്കാ. ഇനി മുതൽ ഇവരെന്റെ മക്കളാ. അത് കഴിഞ്ഞിട്ട് നീയുള്ളൂ. ഇവള് പറഞ്ഞ് ഞാൻ അറിഞ്ഞു ഇവരോടി ഓട്ടം. അവരെന്തുമാത്രം ഓടിയെന്ന്. ഞാൻ എത്രമാത്രം ഇവരെ ദ്രോഹിച്ചാ. എനിക്ക് വേണ്ടിട്ട് ഞാൻ അവിടെ മേള നടന്നപ്പോ എന്നെ വന്ന് കൊണ്ടുപോയത്, ആശുപത്രി കൊണ്ടുപോകും, പൈസക്ക് ഓടി നടന്നതും ഒക്കെ ഞാൻ കണ്ടാ. എനിക്ക് മനസ്സിലായി. അതെ, അതൊന്നും ഞങ്ങൾ മനസ്സിൽ വെച്ചിട്ടില്ല ചായ. അതൊക്കെ എനിക്ക് മനസ്സിലായി. അത് ഞങ്ങൾ തമാശയായിട്ടേ കരുതിയുള്ള അച്ചായ. അതെ, നീ പോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇതുവരും പറയാത്തൊരു കാര്യം. ഇവനാണ് ഇവരൊക്കെ ഇവിടെ നിർത്തിയിട്ടുള്ള നമ്മളെ നോക്കാന്. പലതവണ വാടക പൈസ ഇവനാണ് തന്നിട്ടുണ്ടായ. നിങ്ങളെല്ലാവരും കൂടി എന്നെ കളിപ്പിക്കുക. എന്നാ 4 മക്കളോടെ വാ. എന്നാലേ കേക്കട്ടി കൂട്ടിയാവുള്ളൂ. വാ. എന്റെ മക്കള് എന്റെ ജീവനാ. ഈ കുടുംബത്തിന്റെ സന്തോഷമായില്ലല്ലോ. ഫ്ലൈറ്റിന് സമയമായി. പെട്ടെന്ന് വാങ്ങിക്കാം. കുഞ്ഞന്തി കഴിച്ചോ? ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. Happy Christmas!